പൊട്ടിയെന്നാ കേട്ടത്. ഇല്ല, അരിശ്രേഷവും പറയുന്ന പോലെ നമുക്ക് അങ്ങനെ ചുളയൊന്നും ഇല്ലേ എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ അവൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? അതിൽ പൂട്ടുമോ എന്ന് ഉറപ്പുള്ളവർ മാത്രം കമന്റ് ഇട്ടോ. അതിലാണ് ഇതിന്റെ പിന്നിലെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടോ. ഇന്നലെ രാത്രി എന്നെ വിളിച്ച്, ഇന്നലെ അല്ല ഉച്ചയ്ക്ക് വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി, സത്യം പറഞ്ഞല്ലോ. സെക്കൻഡ് ഓരോ കളികളെ എനിക്കൊന്നും ഒരു പങ്കില്ല കേട്ടോ. ഞാൻ അതിൻ്റെ കൂടെ നിന്നിട്ടുമില്ല, എങ്ങും പോയിട്ടുമില്ല, നമ്മളാരെയും കണ്ടിട്ടുമില്ല, ഇതിനെക്കുറിച്ച് അടിച്ചു കളയണമെന്നൊന്നും പറഞ്ഞിട്ടുമില്ല കേട്ടോ. നമ്മളെ ആരും വെല്ലുവിളിച്ചിട്ടുമില്ല. ഓക്കെ, അതിലൊരു സ്റ്റോറി ഉണ്ടോ നിങ്ങൾ? ഞാൻ നിന്നെ ഉപദേശിക്കുന്നത് ഞാൻ നല്ലവനായത് കൊണ്ടല്ല. അത് കഴിഞ്ഞിട്ട് അടുത്തത്, നിന്നേക്കാൾ കൂടുതൽ തെറ്റുകൾ ചെയ്തിട്ടുള്ള അനുഭവം കൊണ്ടാണ്. ഇതിൽ തന്നെ എല്ലാം ഉണ്ട് ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ. ഞാൻ കൂടുതലായിട്ട് ഇനി സംസാരിക്കുന്നൊന്നുമില്ല. ഇപ്പം ഏകദേശം ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും രേണു സുധിയെ വെറുക്കുന്നവർ മാത്രമായിട്ടൊന്ന് ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. പിന്നെന്താ, അതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഈ അടുത്ത സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യായം മാത്രമായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ. പക്ഷെ അത് നിങ്ങൾ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല. ഞങ്ങളെന്തോ കാശ് മേടിച്ചിട്ടാണ് സംസാരിക്കുന്നത്, അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീയുടെ ഞങ്ങൾക്ക് വൈരാഗ്യമുണ്ട്, ആ വൈരാഗ്യം ഞങ്ങൾ തീർക്കുവാന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അല്ല, എന്നും ഈ ഒരു വ്യക്തിയോട് ഞങ്ങൾക്ക് വെറുപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ചില കാര്യങ്ങൾക്ക് അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ആ ന്യായം പറയും. അത് വേറൊന്നും കൊണ്ടല്ല, അവിടെ തെറ്റുകാരായിട്ടുള്ള വേറെ 2-3 ആൾക്കാരുണ്ടായിരുന്നു, അവരെയും കൂടെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. പക്ഷേ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് പറ്റി? ഞങ്ങൾ മറ്റുള്ളവരോട് വൈരാഗ്യം തീർക്കുകയാണ്, അങ്ങനെയുള്ള കുറേ ഇതൊക്കെ വെച്ചിട്ടുള്ള രീതി ഞങ്ങളെ കുറ്റപ്പെടുത്തി. മനസ്സിലായോ? ഇപ്പോഴും ഇതെൻ്റെ ഒരു ഫോണാണ്, എടുക്കാതെ വെക്കിരിക്കുന്ന ഫോണാണ്. ഈ ഫോണിനകത്ത് എല്ലാ ഡീറ്റെയിലും ഇരിപ്പുണ്ട്, എല്ലാ ഡീറ്റെയിലും ഈ ഫോണിനകത്ത് ഇരിപ്പുണ്ട്. എനിക്ക് നിങ്ങളെ വേണമെങ്കിൽ തെളിവ് സഹിതം കാണിച്ച്, ഇപ്പം നല്ല കുഞ്ഞാവാം, നിങ്ങൾ വാഴ്ത്തിപ്പാടുന്ന വ്യക്തികളെ വേണമെങ്കിൽ അടിച്ചിടാം. മനസ്സിലായോ? പക്ഷെ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സമയം വരുമ്പോൾ, കാരണം ആ ഒരു സമയത്ത് ഞാൻ സംസാരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തും. കാരണം എനിക്ക് അടുത്ത സമയത്ത് അനുഭവം ഉണ്ടായി. കാരണം അവിടെ രക്ഷപ്പെടുന്ന കുറേ ക്രിമിനൽ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, അതെന്തെങ്കിലും ആട്ടെ, അതിലാണ് എൻ്റെ വീഡിയോയിലോട്ടൊന്നും കൂടെ നമുക്ക് പോകേണ്ടി വരാം. ഞാൻ നിങ്ങൾ പറയും വിഴുങ്ങി സംസാരിക്കുന്നുണ്ട്, അത് വേറെ ഒന്നും കൊണ്ടല്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ. നിങ്ങളുടെയൊക്കെ വിചാരം അവൾ പറയുന്നതിനാണ് ശരി, മറ്റവൾ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടാണ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കാൻ വിഴുങ്ങി ഇങ്ങനെ പോകുന്നത്. പിന്നെ ഒരിക്കലും ഒരു മണ്ടനായിട്ട് നിന്നിട്ടുമില്ല. ചില ആൾക്കാരുടെ വിചാരം നമ്മൾ ഇപ്പം ഇച്ചിരി സൈലന്റ് ആയത് വെറും മണ്ടത്തരമാണെന്നുള്ള രീതിയിൽ, മണ്ടന്മാരായുണ്ടെന്നുള്ള രീതിയിലാണ്. ഇവറ്റയുടെയൊക്കെ തന്തേ വിറ്റ കാശ് നമ്മുടെ നല്ല രീതിയുണ്ട്. ചൂർത്തി എടുക്കേണ്ടതാണെങ്കിൽ നല്ല രീതിയിൽ ചൂർത്തി എടുക്കുക തന്നെ ചെയ്യും, അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. അന്ന് എക്സോവൻ എന്ന് പറയുന്ന പയ്യൻ്റെ പേരും പറഞ്ഞിട്ട് എന്നെ വിളിക്കണമെന്ന് ശ്രീതു സംസാരിച്ചായിട്ടുണ്ടായിരുന്നു. സംസാരിച്ച് കേട്ട് ഓരോന്നൊക്കെ മനസ്സിലാക്കി പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് വലിയ കൊണടിച്ച് സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് അടിച്ച് താഴെ ഇടുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവൾ പിന്നെയും നമുക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ കുറേ പേര് വന്നിട്ട് പറയുന്നുണ്ട് ഈ ഫേസ്ബുക്കൊക്കെ അടിച്ച് പോയത് രേണുവിൻ്റെ കേസ് മറയ്ക്കാൻ വേണ്ടിയാണ്. ആ വിഷയത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ട് ഫസ്റ്റ് റിയാക്ട് ചെയ്ത് ഞാനാണ്, ഫേസ്ബുക്ക് പോയെന്നും പറഞ്ഞിട്ട്. സെക്കൻഡ് എനിക്ക് തോന്നുന്നു വിവി ചേട്ടനാണെന്ന് തോന്നുന്നു, പിന്നാണ് മനു ചെയ്യുന്നതൊക്കെ ചെയ്തത്. ഈ ഒരു ഫേസ്ബുക്കിൻ്റെ പോസ്റ്റ് കണ്ടിട്ട് ഇവിടെ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ഇവിടെ ആരും മറച്ചു വെക്കത്തൊന്നുമില്ല. അത് ചർച്ച ചെയ്യേണ്ടതാണ്, ചർച്ച ചെയ്യും. പിന്നെ കുറേ വെടിപ്പുരയുടെ ഒക്കെ വന്നിട്ട് കുറേ വെടി ടീമുകളൊക്കെ വന്നിട്ട്, ഞാൻ പറയുന്നത് ശരിയല്ല, അവൾമാരെയൊക്കെ വോയിസിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ കറക്റ്റ് പോലീസിനെ ഏൽപ്പിച്ചിട്ട് കറക്റ്റായിട്ട് മൂവ് ചെയ്യേണ്ടതാണ് ഇതൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാർ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ചുമ്മാ ഓൺലൈൻ വഴി ഒരു പെറ്റീഷൻ കൊടുക്കുന്ന പരിപാടിയല്ല ഇത്. നല്ല പൊളിറ്റിക്സും എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ റിസൾട്ട് ഒറ്റ ഞാൻ അറിയിച്ചു തരാം നിങ്ങൾക്ക്. ഇതുപോലുള്ള ടീംസ് അല്ല, പക്ഷേ ഇതൊക്കെ ഫേക്ക് ആണെങ്കിൽ സമാധാനം പലവരും പറയേണ്ടി വരും. അതിലെ സംസാരിക്കടാ. കണ്ട രേണു സുധി എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് പൂട്ടി. ഇന്നലെ ഞാൻ പറഞ്ഞതാ. ഇപ്പൊ പറയുന്നത് അനുസരിപ്പി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എനിക്കൊന്നും പറയാനില്ല. പൊട്ടനും പോയേ ചട്ടനും പോയേ വോട്ട് കിട്ടി അയലസ. രേണു സുധി പൊട്ടി കരയുകയാണ് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പോയത് എന്നാണ് ഞാൻ എന്റെ ദിവ്യദൃഷ്ടിയിലൂടെ അറിയുന്നത്. കരയട്ട, കഴിവില്ലാത്ത ഒരു സമൂഹം അംഗീകരിക്കത്തില്ല. രേണു മനസ്സിലായി കാണുമല്ലോ അല്ലേ? നമ്മളായിട്ടൊന്നും തുറന്നു പറയുന്നൊന്നുമല്ല. ഇപ്പൊ ആ ഒരു പേജ് ഇപ്പൊ ഡീആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഡീആക്ടിവേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ചിലപ്പം അവർ വല്ല ആരെങ്കിലും ട്രാക്ക് ചെയ്യാനോ വല്ല ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അപ്പം ഡീആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിയിട്ട് ചിലപ്പോൾ അതില് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് അടിച്ചു എന്ത് ചെയ്യും? പിന്നെ നമ്മളങ്ങോട്ട് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ?
സബ്സ്ക്രിപ്ഷനിൽ എങ്ങാണ്ട് ഇപ്പം ഇച്ചിരി സബ്ബൊന്നും കയറുന്നൊന്നുമില്ല. അതിനകത്തൊരു മാങ്ങാത്തൊലി തേങ്ങാത്തൊലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു സബ്സ്ക്രിപ്ഷനകത്തൊരു തേങ്ങയില്ല. എന്തായാലും മാസം 10-11 ലക്ഷം രൂപ ചേച്ചിയുടെ അക്കൗണ്ടിലോട്ട് വീഴുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ഈ എൻ്റെ പൊന്നു നിങ്ങളാ ഞാനൊന്നും പറയുന്നില്ല കൃഷ്ണ. ഒന്നുകൂടെ കേൾപ്പിക്കുക, എനിക്കതെന്താ കേൾക്കുമ്പോൾ വീണ്ടും ഹരം കൊള്ളും. ചുമ്മാ എന്തിനാണ് എന്നെയൊക്കെ ചൊറിയുന്നത്? പൂട്ടണോ? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ പൂട്ടിക്കണമെങ്കിൽ ഇപ്പം തന്നെ പൂട്ടിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ ചെയ്തില്ല കേട്ടോ. എനിക്ക് അതിനുള്ള മനസ്സും കാര്യങ്ങളൊന്നുമില്ല. കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുപോലെ ഒരു നാറി പട്ടിച്ചറ്റ കളയാൻ നോക്കിയതാണ്. എനിക്കതുകൊണ്ട് നല്ല രീതിയിൽ അറിയാം. ഇപ്പോൾ വന്ന് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ രേണുസുതിയുടെ കണ്ടിട്ട് മാത്രം ചെല്ലുമ്പോൾ എന്താ തലയ്ക്ക് എന്തോ ഭ്രമം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നുണ്ട്. ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ മെൻഷൻ ചെയ്തു. അത് അങ്ങനെയാണ് മണ്ണും കെട്ടവൻ, ഉറപ്പില്ലാത്തവൻ. ആരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. നീ പറയണതല്ലേ കാണിച്ചു. ആര് പൂട്ടി എവിടെ നിന്ന് പൂട്ടിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനി എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട. ഇപ്പൊ നാട്ടുകാരെല്ലാരും കൂടി അതിൽ ചാനൽ പൊട്ടിച്ച് എന്ന് പറഞ്ഞാൽ കൈയടിക്കും. എനിക്ക് ആ പ്രോത്സാഹനമൊന്നും വേണ്ടാത്തോണ്ടാ പറയുന്നത്. എന്തിനാ എല്ലാവരും ഇങ്ങനെയൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക? അവൾ അത്രയും വെല്ലുവിളിച്ച സ്ഥിതിക്ക് ഞാൻ പൂട്ടിക്കും. നിങ്ങൾക്ക് തോന്നണം ഞാൻ പൂട്ടിക്കുന്നു? ഞാൻ അത്രക്കാരനെ പൂട്ടി. എന്നാലും നീ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നില്ല രണാസുന. ചോണുണ്ടെങ്കിൽ പൂട്ടിയിടാണ്. ഒരെണ്ണം പൂട്ടി. ഇനി എന്തായാലും ഒരെണ്ണം പൂട്ടിയ സ്ഥിതിക്ക് രേണു എന്ത് ചെയ്യണമെന്ന് അറിയണോ? ഒന്നുകൂടി വന്നിട്ട് എന്നെ വെല്ലുവിളിക്കണം. ചോണുണ്ടെങ്കിൽ ബാക്കിയും കൂടി പൂട്ടിയിടാ. അതുപോലെ തന്നെ അപ്പോഴും വീണ്ടും ഒരു അക്കൗണ്ട് കൂടി പൂട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നാട്ടുകാർക്ക് സംശയം തോന്നും എന്നാ വഴി, അല്ലെങ്കിൽ ഞാൻ വഴിയാ. നിങ്ങളൊന്നും കൂടെ അതുപോലെ ഒന്ന് വെല്ലുവിളി നമ്മളൊന്ന് കാണട്ടെ വെല്ലുവിളിയും കാര്യങ്ങളും ഒക്കെ. പൂട്ടിയത് അല്ലെങ്കിൽ പൂട്ടിച്ചത് ചിലപ്പോൾ നാട്ടുകാർക്ക് സംശയം തോന്നും. തികച്ചും യാദൃശ്ചികം മാത്രം. ഞാൻ ഉറപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. നീ ആയിട്ട് തന്നെയാണ് വരുത്തി വെക്കുന്നത്. എന്തിനാണ് വെറുതെ ഇരിക്കുന്നത് എന്നെയൊക്കെ ചൊറിയുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലാണ് നിങ്ങളോട് പറയൂ. ചിലരൊക്കെ പറയുന്നത് 1 വർഷത്തെ വൈരാഗ്യം ഞാൻ തീർത്തുന്നു. അതായത് പണ്ട് നീ എന്നെ സ്റ്റേഷനിൽ കയറ്റി എന്റെ വൈരാഗ്യം ഞാനിപ്പോ നിന്റെ ചാനൽ പൂട്ടിച്ച് തീർത്തെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് പൂട്ടിയതൊന്നുമല്ല, ഹാക്ക് ചെയ്യപ്പെട്ടതാണ്. അത്യാവശ്യം നല്ല പൈസ മുടക്കിയാലേ ഇത് തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ. ഈ പൈസ മുടക്കാതെ തിരിച്ചു പിടിക്കണമെങ്കിൽ അത് ശരിയാ. അതുലിനെ ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. എന്നിട്ട് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ മാത്രം മതി അല്ലേ അതിലെ? അതുപടി. അപ്പൊ ഹാക്ക് ചെയ്യപ്പെട്ടാണ് എന്നോട് ചാനൽ പോയിട്ടുള്ള സുഹൃത്തുക്കളെ സങ്കടപ്പെടുകയേ ചെയ്തത്. പോയത് പോയി. പോട്ടെ. അടുത്ത അക്കൗണ്ട് വീണ്ടും സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നില്ല. ഇരുന്ന് കരച്ചിട്ട് നിർത്ത്. കരയുന്നതൊക്കെ മറയുന്നു ദിവ്യദൃഷ്ടിയിലൂടെ. പറ്റുമെങ്കിൽ അവളുടെ ആ വാ കൂടി സൂപ്പർ ഗ്ലൂ വെച്ചൊട്ടിക്കൂ. അത് തങ്കച്ചനെ വിളിച്ച് അറിയിക്കേണ്ടി വരും. ഒരു കമന്റാണ് കേട്ടോ, താഴെ ഒന്ന് കാണണ്ട. രൂപക് ദിലീപ് കുമാർ. എന്തായാലും അത് തങ്കച്ചനെ വിളിച്ച് പറയേണ്ടി വരും. തങ്കച്ച മോളുടെ വായിലൊന്ന് സൂപ്പർ ഗ്ലൂവോ വല്ല പഴം തിരികെ വെച്ചൊന്ന് പൂട്ടാൻ കേട്ടോ. അമ്മ അതിൽ ചീഞ്ഞറിഞ്ഞ വായാണ്. അതുകൊണ്ട് തങ്കച്ചന്റെ ഏർപ്പാടോടുകൂടി നമുക്ക് പൂട്ടിക്കാം. അപ്പൊ എല്ലാ അക്കൗണ്ടും കൂട്ടിയാല് രണാസന ഇതെന്താ ഒരുത്തെ പെടുക്കാൻ തിരിഞ്ഞിരിക്കുന്ന ജനസിനെ ഇപ്പോഴത്തെ ചിരിക്കുന്നു. നല്ല കോമഡി ആയിരിക്കും കാണാം. അയ്യോ അവൻ പെടുക്കാൻ നിൽക്കുന്ന ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. മനഃപൂർവ്വം ചെയ്യാനായിരുന്നു. അത് വേറെ കാര്യങ്ങൾ. ഇനി ഇതൊക്കെ വെച്ച് സംസാരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. അതിൽ തന്നെ അങ്ങ് സംസാരിച്ചേക്കടാ. അത് വേണ്ട. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. ഇനി അതിൽ ചെയ്യുമോ ഇല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇതേ നമുക്കിട്ട് ഉണ്ടാക്കാൻ നോക്കിയാൽ നമ്മൾ ശരിക്കും ഇട്ട് പണിയും. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. നമുക്കിട്ട് ഉണ്ടാക്കാൻ നോക്കിയാൽ നമ്മൾ പണിഞ്ഞിരിക്കും. അത് വേറെ കാര്യം. അത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, ബൈ, ലവ് യു ഓൾ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്ന് സബ്ബടിക്കുക എല്ലാവരും കൂടെ. എന്നിട്ട് കറക്റ്റായിട്ട് കമന്റ് ഇടുക. ഇനിയും കിടപ്പുമുണ്ട്. എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മൾ ഒട്ടന്നെ വരുന്നതായിരിക്കും ഗൈസ്. ബൈ, ലവ് യു ഓൾ.